പാസ്റ്റ് ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാസ്റ്റ് ആയിക്കോട്ടെ കറണ്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണ്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ഭയങ്കര ഇമ്മച്ചുവർഡ് ബിഹേവിയർ ഒക്കെ ഇല്ല, മേ ബി നിങ്ങളെക്കാട്ടി ഏജ് കുറവായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അത് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഭയങ്കര കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിലും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നതായിക്കോട്ടെ ഒക്കെ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട പല സമയത്ത് പോലും അവരുടെ ലൈഫിലെ കാര്യങ്ങളായിക്കോട്ടെ മൊത്തത്തിലുള്ള ഒരു കാര്യമായിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര സില്ലിയായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ളൊരു ബിഹേവിയർ ചെയ്യുക, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെ പലപ്പോഴും ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ പോലും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സമയത്ത് പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തി വേണ്ട രീതിയിലൊരു ഡിസിഷൻ എടുക്കാനോ ഭയങ്കര സില്ലിയായിട്ടും ഒക്കെ തന്നെ കണ്ടിട്ട് നിങ്ങളായിട്ട് തന്നെ ഇടപെട്ട് ചിലപ്പോൾ പരിഹരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ അന്നേരമൊക്കെ തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു വ്യക്തിയെ എങ്കിൽ കൂടിയും നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് തയ്യാറാണോ, ഒരു മാരേജിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ, അത് ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു നേരം പോക്കിനായിട്ട് അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ ഈ ഒരു ഒരു ഫ്യൂച്ചറിൽ പോലും ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഒരുപാട് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു എനർജിയുടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മ്യൂസിക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം, അതല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കാം. അതും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു മ്യൂസിക്കായിട്ടൊരു കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരുപാട് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 6 ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്പർ 6 മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതെങ്കിലും അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു ഡേറ്റ് മേ ബി നമ്പർ 6 ആയിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ നമ്പർ 6 ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കുറെ കൂടി കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും അറിയണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റഡ് ആവണം, എവിടെ പോയാലും അല്ലെങ്കിൽ എന്ത് ചെയ്യാലും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, അതൊക്കെ അറിയാനാണ് ഇൻട്രസ്റ്റ് ഉള്ള അങ്ങനെ ഒരു നേച്ചറാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഒരു വ്യക്തിയോട് അവർ എവിടെ പോയി അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് വിട്ടു തുറന്ന് പറയാത്ത കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുള്ള നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അത്തരം ഒരു നേച്ചറാണ് കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു മാനിപ്പുലേഷൻ ഒക്കെ പെട്ടെന്ന് പോസിബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിയെ ഒരാൾ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ കുറേ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആവുന്ന രീതിയിൽ അങ്ങനെ പെട്ടെന്ന് എല്ലാവരെയും വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമായിരിക്കാം. ഒരുപാട് ഫ്രണ്ട് സർക്കിളൊക്കെ ഇല്ല, ഫ്രണ്ട്സായിട്ട് ട്രിപ്പൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് സോഷ്യലായിട്ട് റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരുപാട് എല്ലാവരുമായിട്ടും അത്തരം രീതിയിൽ ഇടപഴകുന്ന രീതിയിലുള്ളൊരു നേച്ചറാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിക്കോട്ടെ ഒക്കെ തന്നെ പല രീതിയിൽ ഈ ഒരു വ്യക്തിയെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഇവിടെ വുമൺ ഹോൾഡിംഗ് എ കോയിൻ എന്നുള്ളൊരു കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആയിരിക്കാം, ചിലർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, കുറച്ച് പേർക്കെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലേഡി ആയിരിക്കാം, മേ ബി അവരുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ അമ്മയായിരിക്കും, സഹോദരിയായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരുടെ ഒരു ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടായിരിക്കാം, മേ ബി നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ നല്ലതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം വാക്കുകളിലൊക്കെ ഇവർ ഒരുപാട് വിശ്വസിച്ച് പോയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്.
മേ ബി അത്തരം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആരെയും വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. മേ ബി നിങ്ങളെക്കുറിച്ച് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ഏതെങ്കിലും രീതിയിൽ വലിയ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ, വലിയ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓ ശരി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതെന്താണെന്ന് അന്വേഷിച്ചറിയാണ്ട് തന്നെ ഓക്കെ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി ആ ശരിയാണല്ലേ എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് രീതിയിലുള്ള മാനിപ്പുലേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു വ്യക്തി പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അവരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരുടെ വരുതിയിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. മേ ബി അവരുടെ ഫ്രണ്ട്സ് ആകാം, ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഗെയിൻ, ഒരു നേട്ടം അവർക്ക് കിട്ടുമെന്ന് കണ്ടിട്ട് ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഇങ്ങനെ മൈൻഡ് പെട്ടെന്ന് തന്നെ കൺട്രോൾ ആക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ വാക്കിൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്ന് അറിയാവുന്ന കുറേ പേരെങ്കിലും ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഫിനാൻഷ്യലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവാം. അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അത്തരം ഒരു കാര്യവും ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളായിക്കോട്ടെ നിങ്ങളുടെ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാം. സോ അത്തരം ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ലോസ് ഫീലിംഗ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും പോയത് ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരു ലോസ് ഫീലിംഗ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ യെസ് പറഞ്ഞു പോയെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഈ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ല, പല കാര്യത്തിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി കൂടുതൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളിൽ ഒരുപാട് പേരും ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അങ്ങനെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു റീസൺ പോലെ ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലെ ചിലപ്പോൾ വിളിക്കുമ്പോഴാണിക്കോട്ടെ വലിയ ക്ലാരിഫിക്കേഷൻ ഒന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും ആ ഒരു റീസൺ പറഞ്ഞിട്ട് കുറേ നാൾ ചിലപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കാണും. പക്ഷേ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ യെസ് അതെ, കംപ്ലീറ്റ് ആയിട്ട് അവരും ബൈ പറഞ്ഞിട്ടില്ല, നിങ്ങളും ബൈ പറഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ. പക്ഷേ എപ്പോഴും അവരെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും അവരെന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വേണമെങ്കിൽ നിങ്ങളോട് കോൺടാക്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കൂടിയും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലെ പലപ്പോഴും മാറുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭയങ്കര മിസ്സിങ് ഫീലും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് പലപ്പോഴും കിട്ടാണ്ട് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു കൂടുതൽ എനർജി എന്ന് പറയുന്നത് അവർ നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഇടപെടൽ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വാക്കും ആ ഒരു സമയം വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങളോട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാണ്ട് പിന്നെ പോകുന്നു. പിന്നെ കുറേ നാൾ കഴിയുമ്പം പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് മനസ്സിൽ. ഒരുപാട് പേര് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടെങ്കിലും അറ്റ് ദ മൊമെൻറ്റ് അവരൊന്ന് മൈനസ് കൺവേർട്ട് ആക്കി ഇട്ടാലും കുറച്ച് നേരത്തിനേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങളുടെ കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിരിക്കണം. സോ അതായിരിക്കണം അവർക്ക് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനായിട്ടുള്ള ഒരു മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, വീണ്ടും എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ വരുന്നു, പക്ഷെ നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് നോ പറയുന്നുമില്ല. പക്ഷെ ഒരു പിണക്കം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്തോ ഒരു അകൽച്ച പോലെ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള ഫിഫ്ത്ത് ചക്ര കാർഡിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് മേ ബി എന്തുകൊണ്ടാണ് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് പോയത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ചിലപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ മാറി നിന്നത് എന്നുള്ളതൊക്കെ അവർക്ക് നിങ്ങളോട് പറയണം എന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ ഒക്കെ തന്നെ നിങ്ങളെ അവർക്ക് ചിലപ്പോൾ വിളിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്.